ഹായ് ഗായ്സ്, വ്ളോഗ്സ് ബൈ കിച്ചൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A ചലഞ്ചാണ്. അപ്പം ഞാൻ അമ്മയോട് കുറച്ച് ചോദ്യം ചോദിക്കും, അമ്മ അതിനുള്ള ഉത്തരം തരണം. അതുപോലെ തന്നെ അമ്മ എന്നോട് കുറച്ച് ചോദ്യം ചോദിക്കും, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരം അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അനുസരണശീലം. ശരിക്കും അടുത്തത്, ഒരു വാക്കിൽ എന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ എന്നെ ഒരു വാക്കിൽ ഒന്ന് എന്നെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു മോനാണ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, ഫേവററ്റ് സോങ് ഏതാണ്? മണിച്ചേട്ടൻ്റെ പാട്ടാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പം അടുത്തത്, എൻ്റെ ഡ്രീം ജോബ് ഏതാണ്? നേഴ്സിംഗ്. യെസ് ഗൈസ്, അത് തന്നെയാണ്, നേഴ്സിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നെക്സ്റ്റ്, ഞാൻ ഏറ്റവും വീട്ടിൽ പറയാനുള്ള ഒരു ഡയലോഗ് ഏതാ? എപ്പോഴും ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഏതാണ്? എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണം. അത് കഴിച്ചാൽ എങ്ങനെ പറയും, പക്ഷേ ഞാൻ പറയാറുണ്ട്, വിടത്തില്ല. ഹോസ്റ്റലിൽ നിൽക്കണം എന്നാണ് എപ്പോഴും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ജനിച്ച ദിവസം അമ്മ എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. 11 വർഷം കഴിഞ്ഞ് വന്നതാണ്. 11 വർഷം കഴിഞ്ഞുണ്ടായ മോനാണ് എനിക്ക്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അടുത്തത്, എനിക്കൊരു അഡ്വൈസ് തരണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഒരു മോട്ടിവേഷൻ പോലെ. എന്താണ്? എവിടെ പോയാലും എല്ലാവരോടും എളിമയോടുകൂടി പെരുമാറണം. ആർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കണം. പിന്നെ നന്നായി പഠിക്കണം. ഇത്രയൊക്കെ. എന്നോടൊപ്പം ഉള്ള അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്മറി ഏതാണ്? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും. അവനെല്ലാം കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അടുക്കളയിൽ എല്ലാ കാര്യവും അവൻ എന്നെ സഹായിക്കും. അങ്ങനെ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള മെമ്മറി. നെക്സ്റ്റ്, ഞാൻ അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലാണല്ലോ നമ്മളെ. അപ്പം അത് എന്തുകൊണ്ടാണ്? എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. അതാണ് എനിക്ക് അവനെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം. അടുത്തത്, ഞാൻ വളർന്നതിൽ അമ്മ ഏറ്റവും പ്രൗഡായ നിമിഷം ഏതാണ്? അത് സ്കൂളിൽ PTA ചെല്ലുമ്പോൾ ഒരു ടീച്ചർമാർ പോലും ഇവനെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും വലിയ. അമ്മേ, എന്തോ അപ്പം എനിക്കൊരു ഇപ്പൊ ക്രഷ് ഉണ്ടോന്ന് വിചാരിക്കുക. അപ്പൊ അതപ്പോ വീട്ടിൽ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയാൽ പിന്നെ നല്ലൊരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മതിക്കും. സപ്പോർട്ടാണ്. സപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ മാത്രം. അടുത്തത്, എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് എന്നാ കറക്റ്റ് പറയണം. 13/11/2008. യെസ് ഗൈസ്, കറക്റ്റ്. നെക്സ്റ്റ്, ഞാൻ വേറൊരു സ്ഥലത്ത് ദൂരത്തോട്ട് പോയാൽ എന്നെക്കുറിച്ച് അമ്മ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണ്? അയ്യോ, അവൻ എപ്പോഴും എൻ്റെ കൂടെയുള്ള ഇത്രയും വർഷമായിട്ടും അവൻ എൻ്റെ അടുത്തൊന്നും മാറി നിന്നിട്ടില്ല. അപ്പോൾ അതൊത്തിരി എനിക്ക് മിസ് ചെയ്യും. ഇനി പഠിക്കാൻ പോകുമ്പോൾ ദൂരോട്ടാ കിട്ടുന്നെങ്കിൽ എന്നെ അതിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടി വരികയാണ്. അച്ഛൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ വീട്ടില്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാണ്. സോ അവനെ ഒത്തിരി മിസ് ചെയ്യും. എന്നെപ്പോലെ ഒരു മകനെ കിട്ടിയതിൽ ഭാഗ്യമാണോ? അടുത്തതായിട്ട് ഇവനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. പിന്നെ എന്നെ പറയുന്നത് നമുക്ക് നോക്കാം. ഇത്ര വർഷക്കാലം എങ്ങനെയാണ് നമുക്കറിയാലോ. അതെ. എന്നിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്നതല്ല, എനിക്ക് മേടിച്ചു തരും. എന്നെ പറഞ്ഞാലും എനിക്ക് മേടിച്ചു തരും. ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ നടത്തി തരാറുണ്ട്. ഓക്കെ. അടുത്ത്,
ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഡയലോഗ് എന്താണ്? ഡയലോഗ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും പഠിക്കുക. അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെയാണ്. എപ്പോഴും പഠിക്കുക. അതായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡയലോഗ്. ഞാൻ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം മസാല ദോശയും ചട്നിയും സാമ്പാർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നോടൊപ്പം പോയ ഏറ്റവും സന്തോഷകരമായ യാത്ര ഏതാണ്? യാത്ര മലബാറിൽ പോയത്. അമ്മയുടെ വീട് അവിടെ ആണ്. അന്നേരം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ഓരോ സ്ഥലത്തൊക്കെ പോകുക. അന്നേരം ഞങ്ങളവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അടുത്ത് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയാവോ? കറക്റ്റ് പറയണോ? കറക്റ്റ് പറയണം. കറക്റ്റ് പറയണോ? 3/4/1974. കണ്ടോ, എൻ്റെ കുഞ്ഞ് അത് ഓർത്തിരിക്കുന്നു. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മറക്കുന്ന സാധനം എന്താണ്? ഏറ്റവും കൂടുതൽ മറക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പേഴ്സാണ്. എവിടെ പോകാൻ ഇറങ്ങിയാലും പേഴ്സ് എടുക്കത്തില്ല. എന്നിട്ട് വിളിക്കും മോനെ പേഴ്സ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മറക്കാറുണ്ട്. എപ്പോഴും അതാണ്. കറക്റ്റാണ്. എപ്പോഴും ഞാൻ പേഴ്സ് നടന്നു പോകും. ഞാൻ ഡാൻസ് കളിക്കുന്നതാണോ പാട്ട് പാടുന്നതാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം? ഡാൻസ് കളിക്കുന്നതാണ്. കാരണം ഡാൻസ് കളിക്കുന്നതാണ് ഇഷ്ടം. കാരണം പാട്ട് പാടാൻ അധികം കഴിയില്ലേ. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി ചെയ്യാറുണ്ട്. ഉണ്ട്. ദസ് കറക്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ പൈസ അയച്ചു തരും. പക്ഷെ അച്ഛൻ അങ്ങനെ ലീവ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ സ്ട്രിക്റ്റ് അമ്മയാണോ അതോ കൂൾ അമ്മയാണോ? കൂൾ അമ്മയാണ്. ചില സമയത്ത് സ്ട്രിക്റ്റ് ആവും. എന്ന് വെച്ചാൽ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്ലി പോലെയാണ്. അച്ഛനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മ കൂൾ അമ്മ തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ചൂല് അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. എന്നെ പോലെ ഒരു അമ്മയെ കിട്ടിയതിൽ നീ ഹാപ്പിയാണോ? യെസ്, ഹാപ്പിയാണ്. വളരെ വളരെ ഹാപ്പിയാണ്. ഞാൻ നിന്റെ അടുത്തില്ലാതെ പോയാൽ നീ എന്നെ മിസ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാൻ മറക്കല്ലേ. അപ്പം ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, ടാറ്റ, ബൈ ബൈ, സീ യു.